ഉക്രൈന്റെ വിവിധ നഗരങ്ങളെയും തന്ത്രപ്രധാനമായ മേഖലകളെയും ലക്ഷ്യമിട്ട് റഷ്യ തങ്ങളുടെ ആക്രമണം അതീവ തീവ്രമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി തുടരുന്ന വ്യോമാക്രമണങ്ങളുടെ പരമ്പരയിൽ ഉക്രൈനിലെ സപ്പോറിഷ്യ, ഖാർക്കീവ് തുടങ്ങിയ പ്രധാന നഗരങ്ങൾ കനത്ത നാശനഷ്ടങ്ങളാണ് നേരിടുന്നത്. ജനവാസ മേഖലകളെയും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ വിനാശകരമായ ഈ ആക്രമണങ്ങളിൽ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഉക്രൈനിലെ ആണവ നിലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന അതീവ ജാഗ്രതയുള്ള മേഖലകൾക്ക് തൊട്ടടുത്താണ് ഈ പുതിയ മിസൈൽ വർഷം ഉണ്ടായിരിക്കുന്നത് എന്നത് ലോകരാജ്യങ്ങളിൽ വലിയ ആണവ ഭീതിയാണ് ഉണ്ടാക്കിയത്. ഈ വ്യോമാക്രമണ പരമ്പരയ്ക്ക് പിന്നാലെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് കരിങ്കടലിൽ നാറ്റോ സഖ്യവുമായി ബന്ധമുള്ള ഒരു ചരക്കു കപ്പലിന് നേരെയും റഷ്യൻ നാവികസേന വൻ ആക്രമണം നടത്തി. അന്താരാഷ്ട്ര തലത്തിൽ ധാന്യങ്ങൾ കടത്തുന്നതിനായി ഉപയോഗിച്ചിരുന്ന ഈ സിവിലിയൻ കപ്പലിന് നേരെ റഷ്യ മിസൈലുകൾ തൊടുത്തുവിടുകയായിരുന്നു. ആക്രമണത്തിൽ കപ്പലിന് വലിയ രീതിയിൽ തീപിടിക്കുകയും തകരുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നാറ്റോ സഖ്യരാജ്യങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള ഒരു കപ്പലിന് നേരെ കരിങ്കടലിൽ വെച്ച് ഇത്തരമൊരു പരസ്യമായ ആക്രമണമുണ്ടായത് റഷ്യയും നാറ്റോയും തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് വഴിമാറുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര നിരീക്ഷകർ പങ്കുവെക്കുന്നുണ്ട്. ഉക്രൈനിലെ ഏറ്റവും വലിയ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സപ്പോറിഷ്യ ലക്ഷ്യമാക്കിയാണ് റഷ്യൻ മിസൈലുകൾ പ്രധാനമായും പതിച്ചത്. ഇവിടെയുള്ള നിരവധി റെസിഡൻഷ്യൽ കെട്ടിടങ്ങളും സാധാരണക്കാരുടെ ഫ്ളാറ്റുകളും റഷ്യൻ ബോംബാക്രമണത്തിൽ പൂർണ്ണമായും തകർന്നു തരിപ്പണമായി. കനത്ത സ്ഫോടനങ്ങളെ തുടർന്ന് തകർന്നു വീണ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. റഷ്യൻ ആക്രമണമുണ്ടായ ഉടൻ തന്നെ ഉക്രൈനിലെ അത്യാഹിത രക്ഷാപ്രവർത്തകരും മെഡിക്കൽ സംഘവും സംഭവ സ്ഥലത്തേക്ക് കുതിച്ചെത്തുകയും അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ആളുകളെ പുറത്തെടുക്കാനുള്ള യുദ്ധകാലാടിസ്ഥാനത്തിനുള്ള രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പ്രാദേശിക ഭരണകൂടം നൽകുന്ന സൂചന. മറ്റൊരു തന്ത്രപ്രധാന നഗരമായ ഖാർക്കീവിലും റഷ്യൻ ഡ്രോണുകൾ വലിയ രീതിയിലുള്ള നാശമാണ് വിതച്ചത്. ഇറാൻ നിർമ്മിത ഷഹീദ് ഡ്രോണുകളും അത്യാധുനിക ഗൈഡഡ് മിസൈലുകളും ഉപയോഗിച്ചാണ് ഖാർക്കീവിന്റെ ഊർജ്ജ നിലയങ്ങളെയും ജനവാസ കേന്ദ്രങ്ങളെയും റഷ്യൻ സൈന്യം ലക്ഷ്യമിട്ടത്. ആക്രമണത്തെ തുടർന്ന് നഗരത്തിലെ പല ഭാഗങ്ങളിലും വൈദ്യുതി ബന്ധവും ആശയവിനിമയ സംവിധാനങ്ങളും പൂർണ്ണമായും തകരാറിലായി. ശീതകാലം അടുത്തെത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഉക്രൈനിലെ ജനങ്ങളെ ദുരിതത്തിലാക്കാൻ വേണ്ടിയാണ് അവരുടെ ഊർജ്ജ സ്രോതസ്സുകളെ റഷ്യ മനഃപൂർവ്വം തകർക്കുന്നതെന്ന് ഉക്രൈൻ സൈനിക വക്താക്കൾ ആരോപിക്കുന്നുണ്ട്. സിവിലിയൻ ചരക്കു കപ്പലുകൾക്ക് നേരെയും സാധാരണക്കാർ താമസിക്കുന്ന ഫ്ളാറ്റുകൾക്ക് നേരെയും റഷ്യ നടത്തുന്ന ഈ തുടർച്ചയായ ആക്രമണങ്ങളെ കടുത്ത ഭാഷയിലാണ് കീവ് അപലപിച്ചത്. ഇത് കേവലം ഒരു സൈനിക നടപടിയല്ലെന്നും സാധാരണ ജനങ്ങളെ ഭയപ്പെടുത്താനും അന്താരാഷ്ട്ര നാവിക ഗതാഗതത്തെ തകർക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ള നഗ്നമായ ഭീകരവാദ പ്രവർത്തനമാണെന്നും ഉക്രൈൻ പ്രസിഡന്റ് ഓഫീസ് പ്രസ്താവിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് റഷ്യ നടത്തുന്ന ഈ യുദ്ധക്കുറ്റങ്ങൾക്കെതിരെ ആഗോള സമൂഹം ശക്തമായി പ്രതികരിക്കണമെന്നും ഉക്രൈൻ ആവശ്യപ്പെട്ടു. കരിങ്കടലിലെ ധാന്യക്കപ്പലിന് നേരെയുണ്ടായ ആക്രമണം ആഗോള ഭക്ഷ്യവിപണിയെയും ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഉക്രൈനിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങളും ധാന്യങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രധാന പാതയാണ് കരിങ്കടൽ. ഈ മേഖലയിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾ സുരക്ഷിതമല്ലെന്ന വസ്തുത അന്താരാഷ്ട്ര കപ്പൽ കമ്പനികളെ ഇവിടേക്ക് വരുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കും. ഇത് ആഫ്രിക്കൻ, ഏഷ്യൻ രാജ്യങ്ങളിൽ വലിയ രീതിയിലുള്ള ഭക്ഷ്യക്ഷാമത്തിനും വിലക്കയറ്റത്തിനും കാരണമായേക്കാം. റഷ്യയുടെ ഈ പുതിയ ആക്രമണ തന്ത്രം വ്ളാഡിമിർ പുടിന്റെ കടുത്ത നിലപാടുകളുടെ തെളിവായാണ് വിലയിരുത്തപ്പെടുന്നത്. നാറ്റോ സഖ്യരാജ്യങ്ങൾ ഉക്രൈന് നൽകുന്ന സൈനിക സഹായങ്ങൾക്കുള്ള ശക്തമായ മറുപടിയാണ് കരിങ്കടലിലെ കപ്പൽ ആക്രമണത്തിലൂടെ റഷ്യ നൽകിയത്. നാറ്റോയുടെ ഭീഷണികൾക്ക് മുൻപിൽ തങ്ങൾ വഴങ്ങില്ലെന്നും തങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ ഏത് പരിധിവരെ പോകാനും റഷ്യൻ സൈന്യം സജ്ജമാണെന്നുമുള്ള സന്ദേശമാണ് മോസ്കോ ഇതിലൂടെ കൈമാറുന്നത്. ആണവ മേഖലയായ സപ്പോറിഷ്യയ്ക്ക് നേരെയുണ്ടായ തുടർച്ചയായ ആക്രമണങ്ങൾ അതീവ ഗൗരവത്തോടെയാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി വീക്ഷിക്കുന്നത്. ആണവ നിലയത്തിന് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ മിസൈലുകൾ പതിക്കുന്നത് വലിയൊരു ആണവ ദുരന്തത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. യാതൊരുവിധ മുൻകരുതലുകളുമില്ലാതെ ഇത്തരം തന്ത്രപ്രധാന മേഖലകളിൽ റഷ്യ നടത്തുന്ന മിസൈൽ പരീക്ഷണങ്ങൾ യൂറോപ്പിനെ ഒന്നടങ്കം വലിയൊരു അപകടത്തിന്റെ നിഴലിലാണ് നിർത്തിയത്. ഉക്രൈനിലെ അടിയന്തര രക്ഷാപ്രവർത്തന സംഘങ്ങൾ ഇപ്പോഴും കനത്ത പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചാണ് സപ്പോറിഷ്യയിലെ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ തിരച്ചിൽ നടത്തുന്നത്.
തുടർച്ചയായ വ്യോമാക്രമണ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നതിനാൽ രക്ഷാപ്രവർത്തനം പലപ്പോഴും തടസ്സപ്പെടുന്നുണ്ട്. സൈറണുകൾ മുഴങ്ങുമ്പോൾ രക്ഷാപ്രവർത്തകർക്കും ബങ്കറുകളിലേക്ക് മാറേണ്ടി വരുന്നത് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വലിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കുന്നത്. റഷ്യയുടെ ഈ ക്രൂരമായ ആക്രമണത്തിനെതിരെ നാറ്റോ സഖ്യവും യൂറോപ്യൻ യൂണിയനും കടുത്ത പ്രതിഷേധവുമായി രംഗത്തുണ്ട്. തങ്ങളുടെ അംഗരാജ്യങ്ങളുമായി ബന്ധമുള്ള കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് നാറ്റോ നേതൃത്വം വ്യക്തമാക്കി. ഉക്രൈന് കൂടുതൽ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അടിയന്തരമായി ഉക്രൈന് കൂടുതൽ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അടിയന്തരമായി കൈമാറാൻ സഖ്യകക്ഷികൾ ആലോചിക്കുന്നുണ്ട്. റഷ്യൻ മിസൈലുകളെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള പേട്രിയറ്റ് പോലുള്ള സംവിധാനങ്ങൾ കൂടുതൽ എത്തിച്ചാൽ മാത്രമേ ഉക്രൈൻ നഗരങ്ങളെ സംരക്ഷിക്കാൻ കഴിയൂ. മോസ്കോയുടെ ഭാഗത്തു നിന്നും ഈ ആക്രമണത്തെക്കുറിച്ച് ഔദ്യോഗിക പ്രതികരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ലെങ്കിലും ഉക്രൈന്റെ സൈനിക കേന്ദ്രങ്ങളെയും വിതരണ ശൃംഖലകളെയും മാത്രമാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന പരമ്പരാഗത വാദമാണ് റഷ്യൻ മാധ്യമങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ തകർന്നടിഞ്ഞ സിവിലിയൻ ഫ്ളാറ്റുകളുടെയും ചോരയൊലിക്കുന്ന സാധാരണക്കാരുടെയും ദൃശ്യങ്ങൾ റഷ്യയുടെ വാദങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്ന് തെളിയിക്കുന്നു. യുദ്ധം തുടങ്ങിയ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇരുവിഭാഗവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതാണ് പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. ഉക്രൈന്റെ പ്രത്യാക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനൊപ്പം അവരുടെ ജനങ്ങളുടെ മനോവീര്യം തകർക്കുക എന്ന തന്ത്രമാണ് റഷ്യ ഇപ്പോൾ പയറ്റുന്നത്. നിരന്തരമായ ബോംബാക്രമണങ്ങളിലൂടെ ഉക്രൈൻ നഗരങ്ങളെ മനുഷ്യവാസ യോഗ്യമല്ലാതാക്കി മാറ്റാനാണ് റഷ്യൻ സൈന്യം ശ്രമിക്കുന്നത്. ഈ കനത്ത തിരിച്ചടികൾക്കിടയിലും തങ്ങളുടെ രാജ്യം റഷ്യയ്ക്ക് മുന്നിൽ കീഴടങ്ങില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഉക്രൈൻ സൈന്യവും ജനങ്ങളും. തങ്ങൾക്ക് ലഭിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യൻ അധിനിവേശത്തെ ശക്തമായി ചെറുക്കുമെന്ന് കീവ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ദിവസേന എന്നോണം ഉണ്ടാകുന്ന ആൾനാശവും സാമ്പത്തിക തകർച്ചയും ഉക്രൈനെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്. വരും ദിവസങ്ങളിൽ കരിങ്കടൽ മേഖലയിലും ഉക്രൈൻ അതിർത്തികളിലും സംഘർഷം ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. റഷ്യൻ നാവികസേനയുടെ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഉക്രൈൻ തങ്ങളുടെ കടൽ ഡ്രോണുകൾ ഉപയോഗിച്ച് തിരിച്ചടി നൽകിയേക്കാം. അങ്ങനെ സംഭവിച്ചാൽ കരിങ്കടൽ പൂർണ്ണമായും ഇരുവിഭാഗങ്ങളുടെയും യുദ്ധഭൂമിയായി മാറും. സപ്പോറീഷ്യയിലും ഖാർക്കീവിലും റഷ്യ നടത്തിയ ഈ അതിശക്തമായ മിസൈൽ വർഷവും കരിങ്കടലിലെ കപ്പൽ ആക്രമണവും ഉക്രൈൻ യുദ്ധം ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചതിന്റെ ലക്ഷണമാണ്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് റഷ്യ നടത്തുന്ന ഈ ആക്രമണങ്ങൾ ലോക സമാധാനത്തിന് വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.